നമ്മൾ ഇന്നേ രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുക. ചപ്പാത്തിയും പരിപ്പ് കറി. അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് സവാള, പച്ചമുളക്, വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളി വേണ്ടതാണ്, തക്കാളി ഇവിടെ ഇല്ല. ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലോണം ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് കുറച്ച് കടുകിട്ടു. കടുകൊന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്കൊരു ഇച്ചിരി ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ജീരകം, പെരുംജീരകമല്ല, നല്ല ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ജീരകവും കൂടി ഒന്ന് പൊട്ടി കഴിയുമ്പോൾ 2-3 കുറച്ച് മതി കേട്ടോ, നല്ല ജീരകം. 2 ഉണക്കമുളക് മുറിച്ചിടാം. അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും കൂടി, ആദ്യം വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഒന്ന് നല്ല മൂത്ത് വരട്ടെ. വെളുത്തുള്ളിയും കരിവേപ്പിലയും കൂടി ഇട്ട് അതൊന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് സവാളയും പച്ചമുളകും കൂടി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് ഉപ്പും ചേർത്ത് അതൊന്ന് മെല്ലെ വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് മൂത്ത് പോകണ്ട, ഒന്ന് മെല്ലെ വഴറ്റിയെടുത്താൽ മതിയാവും. അത് വഴന്ന് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് വഴന്നു വരാൻ ആവശ്യമായതും പരിപ്പിനെ ഉപ്പിട്ടല്ല വേവിച്ചത്, അപ്പോൾ പരിപ്പിന് ആവശ്യമായതായ ഉപ്പ് നമുക്ക് ആ സമയത്ത് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വാടിയിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി വളരെ കുറച്ച് മതി. പച്ചമുളക് ഒരു 2 നല്ല എരിവുള്ളത് ഇട്ടിട്ടുണ്ട്. ഈ പരിപ്പിന് ഒരുപാട് എരിവ് പാടില്ല, അതുകൊണ്ട് അതൊന്ന് മെല്ലെ മൂത്ത് കഴിഞ്ഞപ്പോൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുത്തു. ഇനി ആ പരിപ്പൊന്ന് മെല്ലെ തിളച്ചോട്ടെ. ഉപ്പ് പാകമാണോ എന്ന് നോക്കിയിട്ട് പോരാത്ത ഉപ്പും കൂടി ഇട്ടിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ഇതിനകത്ത് തക്കാളി ഇല്ലാത്തത് കൊണ്ട് ഒരു 2 ഡ്രോപ്സ് അല്ലെങ്കിൽ അതിൽ ഒരു 3 ഡ്രോപ്സ് ചെറുനാരങ്ങയുടെ നീര് ഞാനത് ലാസ്റ്റ് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് അത് ഒഴിച്ച് കൊടുക്കുന്നത്. അത്രയും മതി, ഒരു നേരിയ പുളിരസം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ കറി തയ്യാറായി കഴിഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഏറ്റവും നല്ലതാണ്. ചപ്പാത്തി മാവ് ഞാൻ കുറച്ച് നേരത്തെ കുഴച്ചു, കാരണം ഒന്ന് സോഫ്റ്റ് ആകാൻ നല്ലതാണ് നമ്മളൊന്ന് നേരത്തെ കുഴച്ച് വയ്ക്കുന്നത്. നമ്മളത് പരത്തിയിട്ടുണ്ട്, നല്ല നൈസായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. എന്നിട്ടത് നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടു. ഒരു വശം ഒന്ന് മൂത്ത് വരും, ഒന്ന് മെല്ലെ വാടി വരുമ്പോൾ തിരിച്ചിട്ട വശം നല്ലോണം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഒന്ന് മെല്ലെ പൊങ്ങി വരും. അന്നേരം നമ്മൾ ടിഷ്യൂ പേപ്പറാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ആ ടിഷ്യൂ പേപ്പർ വെച്ച് മെല്ലെ ഒന്ന് അമർത്തി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ വൃത്തിയുള്ളൊരു കഷ്ണം തുണി എടുത്താലും മതിയാവും. അത് ഇങ്ങനെ പോലെ പൊങ്ങി വരും. അന്നേരം വെളിച്ചെണ്ണയൊന്നും പുരട്ടണില്ല കേട്ടോ, വെറുതെ പുൽക്കയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസ്മേലിടാം, പക്ഷേ ഇത് പൊടി പറ്റിച്ച് നമ്മൾ പരത്തുന്നത് കൊണ്ട് ഗ്യാസിലിട്ടാൽ ആ ഗ്യാസിൻ്റെ ഓട്ട അടഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവയ്ക്കകത്ത് തന്നെ വെച്ച് ഇങ്ങനെ മെല്ലെ ഒന്ന് അമർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും 2 ലെയറായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എൻ്റെ ഇതാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുകയും ഇത് സപ്പോർട്ട് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം കേട്ടോ. എനിക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ ഇല്ല കേട്ടോ, വ്യൂവേഴ്സും വളരെ കുറവാണ്. നിങ്ങളെല്ലാവരും വീഡിയോ കാണുമല്ലോ. ഞാൻ എൻ്റെ മുഖം കാണിക്കണില്ല എന്ന് വെച്ചിട്ട് വീഡിയോ കാണാതിരിക്കല്ലേ. എനിക്കറിയാവുന്ന കുറേ കുക്കിങ്ങുകളുണ്ട്, അതൊക്കെ ചെയ്ത് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞിട്ട് ഇതാ കണ്ടോ, പൊങ്ങി വരും. അത് ഒന്ന് മെല്ലെ അമർത്തി കൊടുക്കാനേ പാടുള്ളൂ, വല്ലാണ്ട് പ്രസ് ചെയ്യരുത്. മെല്ലെ ഒന്ന് അമർത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നന്നായിട്ട് പൊങ്ങി വരും. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് സെർവ് ചെയ്യാമല്ലോ. ഇതാ ചപ്പാത്തി ഞാൻ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പരിപ്പ് കറി ഒഴിച്ച് നമുക്ക് കഴിക്കാം.
അയ്യടിച്ച